2012 മാർച്ച് 6 തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ വെറ്റിനാട്ടിൽ നാടിനെ നടുക്കിയ അതിക്രൂരമായ ഒരു കൊലപാതകം. വെറുമൊരു കൊലപാതകമെന്നല്ല, നമ്മുടെയൊക്കെ പെൺമക്കൾ, നമ്മുടെയൊക്കെ സഹോദരിമാർ വീടിനുള്ളിൽ പോലും സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യമുയർത്തിയ ഒരു കൊലപാതകം. സസ്പെക്ട് ലിസ്റ്റിന്റെ 2-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരം വട്ടപ്പാറ ആര്യ കൊലക്കേസിനെ കുറിച്ചാണ്. നമ്മുടെയൊക്കെ പെൺമക്കൾ, നമ്മുടെയൊക്കെ സഹോദരിമാർ വീടിനുള്ളിൽ പോലും സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യമുയർത്തുന്ന എല്ലാ മാതാപിതാക്കളുടെയും എല്ലാ സഹോദരന്മാരുടെയും മനസ്സിൽ ഭയത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശക്തിയുണ്ടായിരുന്ന ഒരു കൊലപാതകം. 2012 മാർച്ച് 6 തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ വെറ്റിനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം. അവിടെ ആര്യ എന്നു പേരുള്ള ഒരു 13 വയസ്സുകാരി അമ്മ ജോലിക്കായി പുറത്തേക്ക് പോകാനായി നിൽക്കുന്നു. ഈ പറയുന്ന ആര്യ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവൾക്ക് 13 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പം 12-ന്, ഈ വരുന്ന മാർച്ച് 12-ന് അവളുടെ SSLC എക്സാം ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നൊരുക്കമായിട്ട് അവള് സ്റ്റഡി ലീവ് ഉണ്ട്. സ്റ്റഡി ലീവിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്കായി അമ്മ മകൾക്കുള്ള ഭക്ഷണമെല്ലാം ഒരുക്കി, പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് അമ്മ പുറത്തേക്ക് പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം തിരികെ വരുന്ന ആ അമ്മ കാണുന്നത് വീടിനുള്ളിൽ തന്റെ മകൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ്. അവളുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങളെല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട്. ആ അമ്മയുടെ കരച്ചിലൊക്കെ കേട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണ്. പക്ഷേ കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത് ഈ പറയുന്ന 13 വയസ്സുകാരി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറിയ ആരോ ഒരു വ്യക്തി ആ 13 വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം അവളുടെ ശരീരത്തിലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ ഊരിയെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. പോലീസ് ഈ കേസിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ, ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിൽ പോലീസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ആകപ്പാടെ പോലീസിന് കിട്ടിയിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് വിദ്യ എന്ന് പറയുന്ന +2 വിദ്യാർത്ഥി കൊടുത്തിട്ടുള്ള ഒരു മൊഴിയാണ്. അവൾ മരിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് ഈ പറയുന്ന ആര്യയെ വീടിന് പുറത്ത് കണ്ടിട്ടുണ്ട്. വീടിന് പുറത്തെന്ന് പറയുമ്പോൾ ഇവരുടെ വീടിന്റെ ഫ്രണ്ടിൽ റോഡുണ്ട്. ആ റോഡിൽ ഈ പറയുന്ന ആര്യയെ കണ്ടിട്ടുണ്ട്. അതും ഒരു ഓട്ടോറിക്ഷ കുഴിയിൽ വീണു പോയിരുന്നു. ആ ഓട്ടോറിക്ഷ തള്ളിക്കയറ്റുവാനായി ഡ്രൈവറെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ആര്യയാണ് ഈ പറയുന്ന വിദ്യ കണ്ടിട്ടുള്ളത്. അപ്പം വിദ്യയും കൂടെ കൂടിയാണ് ആ ഓട്ടോ ഈ പറയുന്ന കുഴിയിൽ നിന്ന് തള്ളിക്കയറ്റിയത്. അതിനുശേഷം ആര്യ എന്ത് ചെയ്തു? ആര്യ സ്വന്തം വീട്ടിലേക്ക് പോയി, വിദ്യ സ്വന്തം വീട്ടിലേക്ക് പോയി. അപ്പം അതിൽ സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ല. കാരണം ഒരു പ്രശ്നം, നാട്ടിലൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിൽ സഹായിക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ആര്യ എന്ന് പറയുന്നത് അവിടെ വ്യക്തമാണ്. അപ്പൊ പക്ഷെ അതിനുശേഷം ആളുകൾ എങ്ങനെയാണ് ആര്യയെ കാണുന്നത്? മരണപ്പെട്ട രീതിയിലാണ് കാണുന്നത്. അപ്പോ ഇത് കൊന്നതാര്, കൊലപാതക ലക്ഷ്യം ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ട് അറിയാം. മോഷണമാണ്. മോഷണം മാത്രമല്ല, അതിഭയാനകമായ ഒരു രതിവേഗത്തിന് അടിമയാണ് ആര്? ഈ പറയുന്ന കൊലയാളി. അപ്പോ ഈ അന്വേഷണം മുന്നോട്ടേക്ക് പോകുന്നു. ദിവസം 3-4 ദിവസം കഴിഞ്ഞു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു വിവരം ലഭിക്കുകയാണ്. പ്രവീൺ എന്ന് പറയുന്ന ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ഈ പറയുന്ന ആര്യയുടെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ ഒച്ചയും ബഹളങ്ങളും കേട്ടിട്ടുണ്ട്. ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ആര്യ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള 2:30 സമയത്തിനോട് സമാനമായ, അതായത് ഒരു 2:15, 2:30, ആ ഒരു 2:20 ആ ഒരു സമയത്താണ് ഈ പ്രവീൺ സൈക്കിളിൽ പോകുന്നതും ഈ പറയുന്ന ആര്യയുടെ വീട്ടിൽ നിന്ന് ഈ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഇവൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും, ഇവൻ അങ്ങ് പോയി. പക്ഷേ ഇവന്റെ വീട്ടുകാരോട് ഇവൻ ഈ കാര്യം പറഞ്ഞെങ്കിലും ഇത് ഈ പോലീസിൽ ഈ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താ പറയുന്ന കോൺസിക്വൻസുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ എന്ത് ചെയ്തു? ഇതൊരു മൊഴിയായിട്ട് പോലീസിൽ രേഖപ്പെടുത്താൻ വിസമ്മതിച്ചു. ഇതറിഞ്ഞ പഞ്ചായത്ത് മെമ്പർ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ റെജിയോട് പോലീസ് സഹായം ചോദിക്കുകയാണ്. അപ്പം റെജി പറഞ്ഞു ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ റെജി ഈ പറയുന്ന പ്രവീണിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. വളരെ നേരത്തെ സംസാരത്തിന് ഒടുവിൽ പയ്യനെ, ഈ പ്രവീൺ എന്ന് പറയുന്ന പയ്യനെ സംരക്ഷിച്ചു കൊള്ളാമെന്നും അവനൊരു പ്രശ്നം വരില്ല എന്നുമുള്ള ഉറപ്പിന്റെ പുറത്ത് അവൻ മൊഴി കൊടുക്കുകയാണ്. അപ്പൊ അവന്റെ മൊഴിയിൽ സുപ്രധാനമായ ഒരു എവിഡൻസ് ഉണ്ട്. അതായത് അവൻ കൊടുത്തിരിക്കുന്ന മൊഴി എന്താണ്? അവൻ വീടിനുള്ളിൽ നിന്ന് ഈ പറയുന്ന ആര്യയുടെ കരച്ചിൽ കേട്ടു. അതേ സമയത്ത് തന്നെ
വീടിന് ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ കിടപ്പുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയുടെ പേര് രാജമ്മ എന്നാണ്. അപ്പോ ഈ ഒരു എവിഡൻസ് കിട്ടിയതോടുകൂടി ഈ പറഞ്ഞ വിദ്യയെ പോലീസ് വിളിച്ചു വരുത്തിയാണ്. അപ്പൊ വിദ്യയും കൊടുക്കുന്ന മൊഴി പ്രകാരം ആ ഓട്ടോയുടെ പേര് രാജമ്മ എന്ന് തന്നെയാണ്. അങ്ങനെ ഈ രാജമ്മ എന്നു പേരുള്ള ഓട്ടോ അന്വേഷിച്ച് പോലീസ് സംഘം തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ അന്വേഷിച്ച് നടന്നുവെങ്കിലും അവിടെ പോലീസ് നിരാശരാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ രാജമ്മ എന്നുള്ള പേരിൽ ഒരു ഓട്ടോറിക്ഷയൊന്നും അല്ല ഉള്ളത്. ധാരാളം ഓട്ടോറിക്ഷകളുണ്ട്. അതിൽ ഏത് ഓട്ടോറിക്ഷയാണ് ഈ രാജമ്മ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ എന്ന് കരുതുക? ഈ പറയുന്ന ഓട്ടോക്കാർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളും ഇല്ല എന്നുള്ളതും പോലീസിന്റെ അന്വേഷണത്തെ സാരമായി ബാധിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെയും ദൈവത്തിന്റെ ഒരു വലിയ കൈത്താങ് ഈ കേസിലേക്ക് വരികയാണ്. പ്രവീൺ മറ്റൊരു മൊഴി കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയാണ്. ഈ രാജമ്മ എന്ന് പറയുന്ന പേരുള്ള ഓട്ടോയുടെ മുൻപിൽ ഒരു ഉണ്ണിയേശുവിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസം പകർന്നത്. രാജമ്മ എന്ന പേരുള്ള ധാരാളം ഓട്ടോറിക്ഷകൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ചില്ലിൽ ഉണ്ണി യേശുക്രിസ്തുവിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ, ആ ഒരു ഓട്ടോറിക്ഷയെ തേടിയുള്ള അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ആരും സംശയിക്കാത്ത രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കാണ്. ഈ രാജേഷ് വീരണക്കാവ് മൊട്ടമൂല സ്വദേശിയാണ്. അയാളുടെ സഹോദരിയെ ഈ വട്ടപ്പാറ പ്രദേശത്തേക്കാണ് കല്യാണം കഴിച്ച് അയച്ചിട്ടുള്ളത്. അന്നേ ദിവസം അയാൾ അവിടെ ഒരു ഓട്ടം വന്നിരുന്നു. പക്ഷെ അന്ന് ഓട്ടം വന്നപ്പോൾ ഈ ഓട്ടോ കുഴിയിൽ വീണു. ഈ ഓട്ടോ കുഴിയിൽ വീണ് ഇയാൾ പറയുന്ന മൊഴി പ്രകാരം ഇയാൾ തന്നെ ഓട്ടോ കയറ്റി ഇയാൾ പോയി എന്നാണ്. പക്ഷെ വിദ്യ പറയുന്ന മൊഴി പ്രകാരം വിദ്യയും ആര്യയും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ഓട്ടോ തള്ളി കരയ്ക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ വളരെ നേരം ഇയാൾ ആദ്യം ഒന്നും കുറ്റം സമ്മതിക്കുന്നില്ല. അങ്ങനെ വളരെ നേരം നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം രാജേഷ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവാം, ഞാൻ മുൻപ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളുടെയൊക്കെ മക്കൾ, നമ്മുടെയൊക്കെ സഹോദരിമാർ നമ്മുടെ വീടിനുള്ളിൽ പോലും സുരക്ഷിതരാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവിടെയാണ് ഒരു തകർച്ച ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ഒന്നും പെൺമക്കൾ, നമ്മുടെ ഒന്നും സഹോദരിമാർ വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല എന്ന് ഇനി ഞാൻ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പെൺമക്കളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് സഹജീവികളെ സഹായിക്കണമെന്നാണ്. ആര്യയുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ തന്നെയാണ്, സഹജീവികളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആര്യ തന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ കുഴിയിൽ വീണപ്പോൾ അത് കരയ്ക്ക് കയറ്റുവാനായിട്ട് സഹായിക്കുവാനായിട്ട് ചെന്നത്. ആ ഒരു സഹായം അവളുടെ ജീവൻ എടുക്കുകയാണ് ചെയ്തത്. കാരണം ഈ പറയുന്ന ഓട്ടോ കരയ്ക്ക് കയറ്റാൻ സഹായിച്ച ആര്യ വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്ന രാജേഷ് വരുന്ന മാർച്ച് 12 എക്സാം ആണ്. മാർച്ച് 6 കൊല നടക്കുന്നത്. 6 ദിവസത്തിന് ശേഷം എക്സാം ആണ്. അതിനുവേണ്ടി വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സ്ക്രൂ ഡ്രൈവർ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് കൊടുക്കാനായിട്ട് വരുന്ന ആര്യയെ ഇയാൾ കടന്നു പിടിക്കുകയും മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ശേഷം അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരിയെടുത്തുകൊണ്ട് രക്ഷപ്പെടുകയുമായിരുന്നു. അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉണ്ടാകുന്നു. അപ്പോഴും നമ്മുടെ നിയമങ്ങൾ 13 വയസ്സുള്ള ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടിയിരുന്ന, പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന ഒരു 13 വയസ്സുകാരിയുടെ ജീവനെടുത്ത പ്രതിക്ക് കൊടുത്ത ശിക്ഷ എന്ത് എന്നുള്ള ഒരു ചോദ്യവും കൂടി ഇവിടെ ഉയരുകയാണ്. കാരണം അറസ്റ്റിലായതിനു ശേഷം ഈ പറയുന്ന രാജേഷിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നു. അവിടെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടന്ന ഒരു ഇളം പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതിക്ക് തുറന്ന ജയിലില് സുഖവാസമാണ്. കാരണം പരോളില്ല. എന്തിനാണ് പരോള്? യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ലാത്ത ഒരു തുറന്ന ജയിലിലേക്കാണ് ഈ രാജേഷിനെ വിടുന്നത്. അവിടെ നിന്നും ഈ രാജേഷ് ജയിലിയാടി. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കൂട്ടുപ്രതിയോടൊപ്പം ആ ജയിലിൽ നിന്നും രാജേഷ് ജയിലിൽ ചാടുകയും പിന്നീട് കുറച്ച് നാളുകൾ ഈ രാജേഷ് എവിടെയാണ് എന്നുള്ള യാതൊരുവിധ തെളിവുകളുമില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയും വന്നിരുന്നു എന്നത് വളരെയധികം ഭീതി ഉളവാക്കുന്ന, ഈ നാട്ടിലെ നിയമങ്ങൾ ക്രൂരന്മാർക്കും നിഷ്ഠൂരന്മാർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഭീതി ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഈ രാജേഷിന്റെ വിഷയത്തിൽ അന്ന് സംഭവിച്ചത്. കേരള കുറ്റാന്വേഷണ ചരിത്രത്തിലെ വിധിന്യായ വ്യവസ്ഥയുടെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കേസിൽ
വിധി പറഞ്ഞ കേസ് എന്ന ഖ്യാതിയുള്ളത് ഈ പറയുന്ന വട്ടപ്പാറ ആര്യ കൊലക്കേസിലാണ്. 10 മാസത്തിനുള്ളിലാണ് പ്രതിക്ക് ശിക്ഷ വിധിക്കുന്നതും പ്രതിയെ ജയിലിനുള്ളിലേക്ക് ആക്കുന്നതും. പരോളില്ലാത്ത ജീവപര്യന്തമാണ് അയാൾക്ക് നൽകിയിരുന്നത്. പക്ഷേ ജയിലിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാള് തമിഴ്നാടിന്റെ ഒരു ഉൾപ്രദേശത്ത് മറ്റൊരു ഭാര്യയുമായി, അതായത് അവിടെ ചെന്നു അയാൾ മറ്റൊരു കല്യാണം കഴിച്ചു, മറ്റൊരു ഭാര്യയുമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ വീണ്ടും അറസ്റ്റിലാകുന്നതും. ഇപ്പോൾ ഇയാൾ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുകയുമാണ്. എന്താണെങ്കിലും ഈ ജീവപര്യന്തം എന്ന് പറയുന്നതൊക്കെ പ്രതികൾക്ക് കൊടുക്കുന്നത് അത്ര വലിയ ഒരു ശിക്ഷയായിട്ടൊന്നും തോന്നുന്നില്ല. ഇവരെയൊക്കെ തൂക്കിക്കൊല്ലുക തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണെങ്കിലും ഈ കേസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. കാരണം ഈ പറയുന്ന കൊല്ലപ്പെട്ട ആര്യയുടെ ജനനം മുതൽ അവളുടെ കൊലയാളിക്ക് ശിക്ഷ വിധിക്കപ്പെട്ടതുവരേക്കും ചൊവ്വാഴ്ചകളിലാണ് എന്നുള്ളത് ഈ കേസിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നു. കാരണം ഈ കേസിൽ ഞാൻ മുൻപ് പറഞ്ഞു, ആര്യയുടെ ജനനം മുതൽ അവളുടെ മരണവും ഈ കേസിലെ സുപ്രധാന സംഭവങ്ങൾ എല്ലാം തന്നെ നടന്നിട്ടുള്ളത് ഒരു ചൊവ്വാഴ്ചയാണ് എന്നുള്ളത് ആര്യയ്ക്ക് ചൊവ്വാഴ്ച എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നതും എടുത്തു പറയുന്നു. ഇനിയൊരു പെൺകുരുന്നുകളും സ്വന്തം കുടുംബത്തിനുള്ളിൽ കൊല ചെയ്യപ്പെടാതിരിക്കട്ടെ. ഇതൊരു തിരിച്ചറിവാകട്ടെ. പക്ഷേ നിയമങ്ങൾ അത് പൊളിച്ചെഴുതേണ്ടത് തന്നെയാണ്. ദ സസ്പെക്ട് ലിസ്റ്റിന്റെ പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.